سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. സൂറത്തുൽ മുഅ്മിനൂനിലെ 7 ആകാശങ്ങളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്ന ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇനി നോക്കാനുള്ളത് 41-ാം അധ്യായത്തിലെ 10 മുതൽ 13 വരെയുള്ള ആയത്താണ്. മറിക്കല്ലേ 41 സൂറത്തുൽ ഫസ്സിലത്ത് അഥവാ ഹാമീം സജദ എന്ന പേരറിയപ്പെടുന്ന സൂറത്താണ്. അതിലെ 10 മുതൽ 13 വരെയുള്ള ആയത്തുകൾ. 41-ാം അധ്യായത്തിലെ 10 മുതൽ 13 വരെയുള്ള ആയത്ത്. ഈ ആയത്ത് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്ന സൂറത്തുൽ മുഅ്മിനൂനാണ്. നമ്മളെ ഈമാനിൻ്റെ ഉൾക്കൊള്ളലിനും ഈമാനിൻ്റെ വളർച്ചയ്ക്കും ഈമാൻ സ്ഥായിയായി നിലനിൽക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ ഈ സൂറത്തിൽ പറയുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട കാര്യം എന്താണ്? ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട കാര്യം ഈമാനിൻ്റെ തകർച്ച, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് എന്നും നിലനിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈമാനെ ഒന്നും അറിയാത്തവരുടെ ഈമാനിന് പോകാമെന്ന് മാത്രം നമ്മൾ വിചാരിക്കേണ്ട. എല്ലാം അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ഈമാൻ നിലനിർത്താൻ കഴിയാത്ത മനുഷ്യന്മാരുണ്ട്. കാര്യങ്ങളൊക്കെ അറിയാം, അതൊക്കെ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, എന്നിട്ടും ഈമാൻ നിലനിർത്താൻ സാധിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അതാണ്, പഠിച്ചവനെ എൻ്റെ ഈമാനിനെ നീ തകരാറൊന്നും വരുത്തരുത് പഠിച്ചവനെ. ഈമാൻ എപ്പോഴും സബാത്താക്കി നിലനിർത്തിക്കൊണ്ട് പഠിച്ചവനെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഈ സൂറത്തിൽ പറയുന്ന കാര്യങ്ങളും അതന്നെ, സൂറത്തുൽ മുഅ്മിനൂനിലെ പ്രധാനപ്പെട്ട വിഷയം തന്നെ. അപ്പൊ നമ്മളെ ഈമാൻ ഉറപ്പിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളെ ഈമാൻ ഉറക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടണമെങ്കിൽ എങ്ങനെ വേണം? ചില ചേരുവകൾ അതിൽ ഉണ്ടാകണം. ഇപ്പോൾ കോൺക്രീറ്റ് നല്ലോണം ഉറക്കണമെങ്കിൽ കോൺക്രീറ്റ് കുറെ സിമെന്റും കല്ലും കൂടിയിട്ടാണ് ആർക്കും കോൺക്രീറ്റ് ആവുക. ഇതിന് ചേരുവകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാ? സിമെന്റുണ്ട്, കമ്പിയുണ്ട്, എല്ലാം ഉണ്ട്, പൂഴിക്കുണ്ട്. പക്ഷെ അത് ചേരേണ്ട വിധം ചേർക്കുകയും അതിന് വേണ്ട മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ യോജിക്കണം. എങ്കിൽ മാത്രമേ അത് ഉറപ്പുണ്ടാവും. ഇല്ലെങ്കിൽ എന്താവും? ഉറപ്പ്. അപ്പം അങ്ങനെ എന്നിട്ട് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അത് വളരെ നനച്ചു കൊടുക്കണം. ഉണ്ടാക്കിയ മാത്രം അതിന് ശേഷം എന്തൊക്കെ വേണം? അതൊക്കെ വേണം. ഈമാൻ നല്ല ഉറപ്പുള്ളതാകണമെങ്കിൽ അത് ഉറക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയെന്ന് അറിയണം. എന്നിട്ട് അതെങ്ങനെയാണ് ഉറപ്പിച്ച് നിർത്തേണ്ടത്, പൊട്ടിപ്പോകാതെ തകർന്നു പോകാതെ ഉറപ്പിച്ച് നിർത്താൻ എന്തൊക്കെ നനവുകളാണ് അതിൽ ചേർത്ത് കൊടുക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ എങ്ങനെ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സുഹൃത്തിന് മുന്നിട്ടൊന്ന് പഠിച്ചു നോക്കി, ശരിക്കും ആ വിഷയങ്ങളൊക്കെ എടുക്കാം. അപ്പൊ ശരിക്ക് ഒരു ബോധ്യപ്പെടൽ, ഈമാൻ നിലനിൽക്കാൻ ശരിക്കും ഒരു ബോധ്യപ്പെടൽ ആവശ്യമാണ്. അപ്പൊ അത് ബോധ്യപ്പെടാൻ വേണ്ട കാര്യങ്ങളാണ് അല്ലാഹു തആല ഈ സൂറത്തിൽ പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, നമ്മളെ പറ്റി പറഞ്ഞു, നമ്മളെങ്ങനെ ആയിരുന്നു പറഞ്ഞു, നമ്മളെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. അതിനുശേഷം അള്ളാഹു സൂര്യ നോക്കി ഇനി മൃഗങ്ങളെ പറ്റിയൊക്കെ പറയാൻ പോവാ. അതിനുശേഷം അല്ലാഹു തആല ആകാശ ലോകത്തെ കുറിച്ച് പറഞ്ഞു. ആ ആകാശ ലോകത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പൊ ഏത് ആകാശത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചു എന്ന് കേവലം പറഞ്ഞു വെക്കാതെ അത് പഠിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു മുഅ്മിനായ മനുഷ്യന് ഉണ്ടാകേണ്ട ഈമാൻ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. ഒരാളെ കുഫറിലേക്ക് എത്തിക്കുന്നതിന് ഈ ആയത്തുകൾ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരായത്താണ് നമ്മൾ ഈ വായിക്കാൻ പോകുന്ന ആയത്ത്. നിങ്ങൾക്ക് പിന്നെ എത്രാമത്തെ ആയത്ത് മുതലാണ് പറഞ്ഞത്? അല്ലെ? ഇനി ഞാനത് കേൾപ്പിക്കാം. അതിന് മുമ്പ് നിങ്ങൾ 12, 8, 9 ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് 10 മുതൽ വായിക്കാം.
8 മുതലൊന്ന് വായിക്കുന്നത്. ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ലഹും അജ്റുൻ ഗൈറു മംനൂൻ. പിന്നെ ഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈനി വതജഅലൂന ലഹു അൻദാദൻ ദാലിക റബ്ബുൽ ആലമീൻ. എന്താ വിഷയം? ഒന്നാമത്തെ ആയത്തില് തീർച്ചയായും വിശ്വസിക്കുകയും കർമ്മങ്ങൾ നന്നാക്കി ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് അജ്റുൻ ഗൈറു മംനൂൻ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലം അവർക്കുണ്ട്. ശരിക്കും വിശ്വാസം ഉറപ്പിച്ച് അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലം അവർക്ക് കിട്ടും. എന്താ ഈ മുറിഞ്ഞു പോകാത്ത പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു പ്രതിഫലത്തെക്കുറിച്ച് എപ്പോഴും ഈ പ്രയോഗം വളരെ ചിന്തിക്കേണ്ടതാണ്. ഒരു ദുനിയാവിലെ ഏതൊരു പ്രതിഫലത്തെക്കുറിച്ച് നമുക്കുള്ള പേടി എന്താണ്? ഇത് നിന്നു പോകുന്നതാണ്. നമുക്കൊരു വരുമാനമുണ്ട്, ആ വരുമാനമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമയം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്തായിരിക്കും? നിന്നു പോകുമോ എന്നൊരു ചിന്ത, അല്ലെ? ഒരു ആശങ്കയാണ്. അല്ലാഹു പറയും ഒരിക്കലും നിന്നു പോകാത്ത, മുറിഞ്ഞു പോകാത്ത പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. വിശ്വാസവും അവിശ്വാസത്തിനനുസരിച്ച് കർമ്മങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം നോക്കി, അഖുൽ നബിയെ ചോദിക്കാം. എന്താ ചോദിക്കണത്? അഇന്നകും ലതക്ഫുറൂന, നിങ്ങൾ അവിശ്വസിക്കുകയാണോ? ഖുൽ അഇന്നകും, ഒന്നാമത്തത് എന്താണ്? ഈമാനാ പറഞ്ഞത്. രണ്ടാമത്തത് കുഫ്റിലേക്ക്, നിഷേധത്തിലേക്ക് പോയി പോവോ? അഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള, ആ ഭൂമിയെ ഈ യൗമൈൻ 2 ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ച ആ റബ്ബിനെ നിങ്ങൾ നിഷേധിക്കുകയോ അവിശ്വസിക്കുകയോ? വതജഅലൂന ലഹു അൻദാദൻ, എന്നിട്ട് അവർ നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കുകയും ചെയ്യുകയാണോ എന്നാ മനസ്സിലാക്കിക്കോളൂ. ദാലിക റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനാണ്, സമന്മാരെ ഉണ്ടാക്കേണ്ടതല്ല. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ആയത്തിൽ വിശ്വാസം, രണ്ടാമത്തെ ആയത്തിൽ കുഫ്റോ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ആകാശത്തെക്കുറിച്ചുള്ള, ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള കാര്യം അല്ല പറയുന്നത് എന്തിനാണ്? നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു നിർത്താൻ. ഉറപ്പിച്ചു നിൽക്കണമെങ്കിൽ ചില ബോധ്യപ്പെടലുകൾ ആവശ്യമാണ്. ഇതിലേക്ക് പോകാൻ പാടില്ല. അതിനാണ് ഞാൻ ഈ 2 ആയത്ത് പറഞ്ഞത്. ഇനി അല്ലാഹു തആല ബാക്കി തുറന്ന് പറയുന്ന കാര്യങ്ങൾ വായിക്കുക. 10-ാമത്തെ ആയത്ത് മുതൽ അവൻ ഉണ്ടാക്കുകയും ചെയ്തു. ഭൂമി, നേരെ പറഞ്ഞത് ഭൂമിയെ 2 ദിവസങ്ങളെ സൃഷ്ടിച്ചതല്ലേ. ആ ഭൂമിയിൽ അവൻ ഉണ്ടാക്കി. എന്താ ഉണ്ടാക്കിയത്? റവാസിയ, ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ. റവാസിയ അമിഫോക്കതിന് ഒരു ഭാഗത്ത്, അതിന്റെ ഭൂമിയുടെ മുകൾ ഭാഗത്തായിട്ട് അതിന് അല്ലാഹു ആണി അടിച്ചു നടത്തും. ഉള്ളിലേക്കുള്ള അത്രയും മുകളിലേക്ക് ഉണ്ടാകും. എന്നിട്ട്
അതിലവൻ ബറക്കത്ത് കൊടുക്കുകയും ചെയ്തു. അത് ഭൂമിക്ക് അള്ളാഹുവിന്റെ ബറക്കത്ത് കൊടുത്തു. പർവ്വതത്തെ സ്ഥാപിച്ചിട്ട് കൊടുത്ത ബറക്കത്ത് എന്തായിരിക്കും? ഭൂമി ശരിക്കും ഉറച്ചു നിൽക്കുക എന്നുള്ളത്. ഭൂമി ശരിക്കും ഉറച്ചു നിൽക്കുക. ഭൂമി എന്ത് ചെയ്യാൻ പാടില്ല? ആടാൻ പാടില്ല, ഇളകാൻ പാടില്ല. ഇളകാതിരിക്കാൻ എന്ത് ചെയ്യണം? അത് ഉറച്ചു നിൽക്കണം. അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മനുഷ്യന് ഈമാനിൽ അത് തരുന്ന ഏറ്റവും വലിയ നിയമം എന്താ? അത് ഉറച്ചു നിൽക്കുക എന്നുള്ളത്. ആടിക്കളിക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു 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 അവസ്ഥക്ക്, ഒരു സാഹചര്യത്തിന്, അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഈമാൻ. ഓരോന്നിനും ഓരോ ബറക്കത്ത്. അള്ള കൊടുക്കുന്ന ബറക്കത്ത് എല്ലാത്തിനും ഒരേപോലെയല്ല. ഓരോന്നിനും ഓരോ ടൈപ്പ് ബറക്കത്തെ പഠിച്ചു കൊടുക്കുക. അപ്പൊ ഇവിടെ അല്ലാഹു തആല കൊടുക്കുന്ന, ഭൂമിക്ക് കൊടുത്ത ബറക്കത്ത് എന്താണ്? അത് കാരണം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഭൂമിയെ കൊണ്ട് കാര്യമില്ല. ഉണ്ടോ? ഭൂമി ഇങ്ങനെ ഇടക്കിടക്ക് ഭൂമിയാണെങ്കിൽ വല്ലതും നടക്കുമോ? ഭൂമിയിൽ ഭൂമി ഇളകണ ഭൂമിയാണെങ്കിൽ വല്ലതും നടക്കുമോ? ജീവിക്കാൻ പറ്റുമോ? വീടുണ്ടാക്കാൻ പറ്റുമോ? കൃഷി നടത്താൻ പറ്റുമോ? നടക്കാൻ പറ്റും, ഇരിക്കാൻ പറ്റുമോ? ഈ ഭൂമിന്റെ ചിത്രത്തിന് മാറ്റം വരുത്തുന്ന മല കിഴിച്ച് അതിനെ പറ്റിയല്ലോ പറഞ്ഞു. എങ്ങനെ മല കിഴിച്ച് മാറ്റം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യന്റെ ഭൂമിയിൽ കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ, കടലിലും കരയിലും കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ചതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തിനാ ഈ ഇപ്പൊ ഈ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ഈ കൊച്ചിക്കടലിൽ ഒരു കപ്പല് മുങ്ങിയിട്ട് കണ്ടെയ്നർ മറിഞ്ഞിട്ട് 2-3 കാര്യങ്ങൾ മനസ്സിലായി. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു ആൾക്കാർ തന്നെ, ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തിൻ്റെ ഒരു മുതലാളിസമോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മുതലാളിസമോ ആയിട്ടാവും. അപ്പോൾ അത് മറിഞ്ഞ് അതൊരു അപകടമാണ്. ആ അപകടം നടന്നപ്പോൾ ഗവൺമെൻറ് എന്താക്കി? ഗവൺമെൻറ് ഒരു ഇത് പറഞ്ഞു, അതിൽ കെമിക്കലുകളുണ്ട്, രാസവസ്തുക്കളുണ്ട്, അത് അപകടകരമാണ്, എടുക്കരുത്, അതല്ലാത്ത വസ്തുക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായതെന്താണ്? നാട് 2 കാലത്ത് ഒന്നാമത്തെ കാര്യം, അതിലുള്ള ഈ മരത്തിൻ്റെ വലിയ വലിയ മരത്തിൻ്റെ പലകകളൊക്കെ ഈ കയറ്റുമതി ചെയ്യുന്ന നല്ല വിലപിടിപ്പുള്ള അതൊക്കെ കരയിലേക്ക് വന്നപ്പോൾ ആൾക്കാരെന്താക്കി? അതൊക്കെ എടുത്ത് കുട്ടികൾ കൊണ്ടുപോയി. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു പൊതുവെ ആരും മത്സ്യം വാങ്ങരുത്, മത്സ്യം കഴിക്കരുത്, കാരണം കടലിലാകെ കെമിക്കൽ വരുത്തുന്നത് ഭയങ്കര പ്രചാരമുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിന് കൊടുത്തൊരു പ്രകൃതി. ആ പ്രകൃതി എന്താണ്? കടലിൽ മലിനാവില്ല. കടലിന് അല്ലാഹു തആല നിങ്ങൾ നോക്കി, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, വീഡിയോ ക്ലിപ്പൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കരയിലേക്ക് ഒന്നായിട്ടൊരു തരം പത അടിഞ്ഞു കൂടി, കടലിലേക്ക് കിലോമീറ്ററുകളോളം ഒരു തരം വെളുത്ത പത അടിഞ്ഞു കൂടിയത്. ഇത് കടലിൽ തന്നെ കരയിലേക്ക് എന്ത് വേസ്റ്റ്. ഇപ്പം മിനിയാന്നക്കട്ട പത്രത്തിൽ നമ്മുടെ നാട്ടിൽ സദ്ദാം നമസ്കാരം അപ്പുറം നമ്മുടെ നാട്ടിൽ അവിടെ ഉള്ളൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മഴ പെയ്തപ്പോൾ, മഴ 2 ദിവസം മഴ അടുപ്പിച്ച് പെയ്തപ്പോൾ ഈ പുഴകളിലും നദികളിലൊക്കെ ആൾക്കാരിട്ട ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയും പ്ലാസ്റ്റിക്കിൻ്റെ കടലാസും എല്ലാം കൂടി വന്നിട്ട് കടലിലേക്ക് ഒഴുകി വന്നിട്ട് കടല് അതൊക്കെ എന്നിട്ട് തിരിച്ച് കരയിലേക്ക് തള്ളിയിട്ട് ആയിരക്കണക്കിന് കുപ്പികളും ആയിരക്കണക്കിന് പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളും അതിങ്ങനെ അട്ടിക്കട്ടിക്ക് കിടക്കണം. ഫോട്ടോ ഉണ്ടെങ്കിൽ വന്നതിലും ഇതിലൊക്കെ. എന്നിട്ട് സന്നദ്ധ പ്രവർത്തകർ വന്നിട്ട് അത് ക്ലീൻ ചെയ്യാൻ വൃത്തിയാക്കുന്നത് ഒരു കൊണ്ടുപോകാം. ഇപ്പൊ മനുഷ്യനാണ് കടലിനെ മലിനമാക്കുന്നത്, കരയെ മലിനമാക്കുന്നത്. കരയിലും കടലിലും ഇപ്പൊ കടലിൽ ഒരു അപകടം നടന്ന ഒരു കണ്ടെയ്നർ മറിഞ്ഞു, കുറെ കപ്പൽ മറിഞ്ഞു, കണ്ടെയ്നറുകൾ അതിന്റെ കടലിലേക്ക് വീണു. അതിൽ എന്തുണ്ടെങ്കിലും അല്ലാഹു തന്നെ എന്തൊക്കെയുണ്ട് അത് ശുദ്ധീകരിക്കുന്ന കൊണ്ടലെന്ന് പറയുന്നത് ലഹ്മൻ ത്വയ്യൻ, ഫ്രഷ് മാംസമാണ്. ലഹ്മൻ ത്വയ്യൻ, ഫ്രഷ് മാംസം. അത് കടലിൽ അല്ലാഹു തആല അങ്ങനെ ആ ലഹ്മൻ ത്വയ്യൻ ഖുർആന്റെ വാക്കാ. കടലിലെ മത്സ്യത്തിന്റെ മാംസം അല്ലാഹു പറയുന്നത് അത് ഫ്രഷാണ്, ഖുർആനാണ്. അപ്പൊ ഒരിക്കലും അത് എന്താവില്ല, അതൊരിക്കലും മലിനാവൂല. മനസ്സിലാണ് ഞാൻ പറഞ്ഞത്? എങ്ങനെ? അതെ, അത് പരിശുദ്ധ ഖുർആനിൽ കടലിലുള്ള മത്സ്യങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത്. അതൊരിക്കലും അത് എത്രമാത്രം എന്ന് പറഞ്ഞാല്
ഇപ്പം പിന്നെ കടലിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എടുക്കാം. ഇപ്പൊ ഈ കയറി വന്ന ഈ അടുക്കരുതെന്ന് പറഞ്ഞ് വാങ്ങുന്ന പറയുമ്പോൾ നമുക്ക് ആൾക്കാർ ഇങ്ങനെ പോയി അതിന് പെട്ടേക്ക് ഒഴുകി വരുന്നതിനെ മാറി തന്നെ. അതേ സമയത്ത് ഇങ്ങോട്ട് വന്ന മരത്തടികളൊക്കെ ആൾക്കാർ എടുത്തോണ്ടി, കാരണം അതിന് പ്രശ്നമൊന്നും വിചാരിച്ചിട്ട് ആൾക്കാർ എന്തായി അതൊക്കെ എടുത്തോണ്ടി അല്ലെ. മത്സ്യക്കുട്ടനെ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ അത് ഭയപ്പെട്ട് മാറി നിർത്തും ചെയ്യാം. ശരിക്ക് കടലിൽ ഇങ്ങനെ വരുന്ന അവസ്ഥ നമുക്ക് കടലിൽ എന്തൊക്കെ നമുക്ക് രത്നം, സ്വർണം, നമുക്ക് പിന്നെ പൗര്യങ്ങൾ, മുത്തുകൾ, ഇതൊക്കെ എന്ത് ചെയ്യാം കടലിൽ നിന്ന് എടുക്കാം. കടലിലെ മത്സ്യങ്ങളൊക്കെ എടുക്കാം. അതിന് ആർക്കും പൈസ കൊടുക്കണ്ട, നമുക്ക് പോയിട്ട് അത് എടുത്ത് കൊണ്ടുവരാം. പക്ഷെ ഈ അതല്ലാത്ത വസ്തുക്കൾ ഈ കടലിൽ പോകുന്ന വസ്തുക്കൾ ആൾക്കാരുണ്ടാവും, അവകാശികളുണ്ടാവും അല്ലെ. കടലിൽ വന്ന വസ്തുക്കളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമോ? അവകാശം. ഇപ്പൊ ഖുർആൻ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ചോദിച്ചതിന് മറുപടിയായി പറഞ്ഞു. കടലിൽ പരിസ്ഥിതിയിൽ മനുഷ്യൻ വരുത്തുന്ന മാറ്റം അതിഭയാനകരമാണ്. അതിനനുസരിച്ചുള്ള ശിക്ഷ അവർ നേരിടേണ്ടി വരികയും അത് ഖുർആൻ പറയുന്നു. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആയത്ത് പറഞ്ഞു. ശരി, ഇനി ബാക്കി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്ന് അതിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചു എന്നത്. അപ്പൊ അത് ആടിക്കൊണ്ടിരിക്കാൻ പാടില്ല, ആടിയാൽ അതിന് പ്രയോജനമില്ല. ഇനി അതിലേക്ക് ഇതൊക്കെ പദ്ധതിയുടെ സയൻസാണ്, ശാസ്ത്രമാണ് അല്ലല്ല. പിന്നെന്താ, നമ്മൾ നേരെ പറഞ്ഞ ഈമാനും കുഫറുമാണ് നേരത്തെ ഉണ്ടായത്. അപ്പൊ ആടിക്കളിക്കുന്ന ഈമാന് കൊണ്ട് ഒരു പ്രയോജനമില്ല. ആടിക്കളിക്കുന്ന ഭൂമിയാണെങ്കിൽ അതുകൊണ്ട് ഒരു ആ ഭൂമിക്ക് അല്ല കൊടുത്ത ബർക്കത്ത് എന്താണ്? ആ ഭൂമിയുടെ ഉപരിഭാഗത്തിൽ പർവ്വതങ്ങളെ നാട്ടിയിട്ട് അല്ല അതിന് ബർക്കത്ത് കൊടുക്കുന്നു. അപ്പൊ ഈ അതെങ്ങനെ ഉള്ള കിട്ടിയത്? ഇത് ആടാതിരിക്കാനെന്ന് ഖുർആൻ വേറെ ആയത്തിലുണ്ട്. ഖുർആൻ പറ നിങ്ങളെയും കൊണ്ട് ഭൂമി ആടാതിരിക്കാൻ പർവ്വതങ്ങൾ സ്ഥാപിച്ചു. ഖുർആൻ എന്ന് പറയും. ഈ ആയത്തിന്റെ വിശദീകരണം വേറെ സ്ഥലത്ത് പറയും ആടാതിരിക്കാൻ. അപ്പൊ ആടിക്കളിക്കുന്നതിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ടൊരു ഉപകാരമില്ല. ആടിക്കളിക്കുന്ന ഈമാൻ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ ഈമാൻ എന്ത് ചെയ്യണം? സ്ഥായിയായി നിലനിർത്തണം. നമ്മളെ കൊണ്ട് പറ്റുമോ? അതിന്റെ പ്രശ്നം വളരെ ശ്രമകരമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നിരന്തരമായി റബ്ബിനോട് എന്ത് ചെയ്യണം? ദുആ ചെയ്തുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അത് ഇളകുന്നതിനെ നമ്മൾ എപ്പോഴും പേടിക്കണം, ഭയപ്പെടണം. ബാക്കി ശരി. എന്നിട്ട് നാം അതിന്റെ കൂത്തുകളെ നിർണ്ണയിക്കുകയും ചെയ്തു. എന്താ കൂത്ത് എന്ന് പറഞ്ഞാൽ? കൂത്ത് ഞാൻ അക്വാത്ത്, അതിന്റെ ഭക്ഷണ പദാർത്ഥം അക്വാത്ത്. അക്വാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭക്ഷണപാനീയങ്ങൾക്ക് അടുത്ത് പറയാം, ആഹാരങ്ങൾക്കാണ് കൂട്ടെന്ന് പറയും. മനസ്സിലായിട്ട് പറഞ്ഞേ. അപ്പൊ എന്തൊക്കെ വേണം? ഭൂമിയിൽ മനുഷ്യന് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ആഹാരം വേണം അല്ലേ. ഈമാൻ നിലനിർത്തണമെങ്കിൽ ആഹാരം വേണം. ഈമാൻ നിലനിർത്താൻ വേണ്ട ആഹാരം ആത്മാവിന് കൊടുക്കുന്ന ആഹാരം, ശരീരത്തിന് കൊടുക്കുന്ന ആഹാരമല്ല. ഈമാൻ നിലനിർത്താൻ ആവശ്യമായത് മനസ്സിന്, ഈ മനുഷ്യന് ആത്മാവിന് കൊടുക്കുന്ന ആഹാരം. ആ ആഹാരമാണെന്ന് ഖുർആൻ പഠിക്കുക, വായിക്കുക, ഓതുക, കൈകൊണ്ടാക്കുക, അതൊക്കെ അതിന് വേണ്ടതാണ്. ബാക്കി സവാല് 4 ദിവസങ്ങളിലായിട്ട് ചോദിക്കുന്നവർക്ക്, ആ ചോദിച്ചു വരുന്ന ആളുകൾക്ക്, ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ശരിയായ അനുവാദത്തിൽ അത് ആ ദിവസം അള്ളാഹു പറഞ്ഞു. ഇനി അടുത്തായത് പിന്നെ അള്ളാഹു തആല ആകാശത്തിന് നേരെ തിരിഞ്ഞു. അത് ഒരു വാടക പടലങ്ങളായിരുന്നു. ദുഹാൻ എന്ന് പറഞ്ഞാല് പുകക്കാണ്, വാതക പടലങ്ങൾ എന്ന് പറഞ്ഞാല്. പിന്നെ ഈ ആകാശം ഒരു വാതകം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മള് കാണുന്ന പോലെയുള്ള ഒരു അവസ്ഥ ആയിരുന്നില്ല. പ്രപഞ്ചം എന്ന അർത്ഥത്തിലാണ് നമ്മുടെ അള്ളാഹു ഉദ്ദേശിച്ചത്. അതെ, അതിനെ അള്ളാഹു തആല എന്താക്കി? അള്ളാഹു ശരിയാക്കി നിർത്തി ആവശ്യമായ രൂപത്തിൽ. കാരണം ഒരു വാതകമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് പകരം ഒരു പുകയായിട്ട് ഇങ്ങനെ നിന്നാൽ സംഖ്യ നടക്കുകയാണ്. അപ്പൊ എന്താക്കണം? ഭദ്രമാവണം. ആകാശം ഒരു സംരക്ഷണ കവചമാകണം. ആ രൂപത്തിൽ അള്ളാഹു മാറ്റി. എന്നിട്ട് അതിനോട് പറഞ്ഞു, വലിയ അത് ഭൂമിയോട് പറഞ്ഞു, നിങ്ങൾ പിന്നെ നിർബന്ധിതമായോ അല്ലെങ്കിൽ അനുസരണത്തോടു കൂടിയോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ താഴ്മയോടുകൂടി വരണം എന്ന് പറഞ്ഞു. കാലത്താ ആകാശവും ഭൂമിയും പറഞ്ഞു, ഞങ്ങളിതാ
അനുസരണയുള്ളവരായി വന്നിരിക്കുന്നു എന്ന് ആകാശവും ഭൂമിയും പറഞ്ഞു. എന്താ? അപ്പൊ 7 ആകാശത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആകാശത്തെ പടച്ചിട്ട് അള്ള പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ പറഞ്ഞതനുസരിക്കുക, അല്ലെങ്കിൽ ഇനി പറയാൻ തന്നെ അതാണ് കൗതുക കരുതുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരണയോടെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഭൂമി ആകാശത്ത് പറഞ്ഞു, ഞങ്ങൾ ഇതാ അനുസരണയോടുകൂടി വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ അനുസരണ അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ നമ്മളൊരു പടപ്പുകളാണ്. അതുകൊണ്ട് പടച്ചവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കണം. ബാക്കി فقضاهن 7 سماوات في يومين وأوحى في كل سماء أمرها. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളാക്കി തീർത്തു. ഫിയോമി 2 ദിവസം കൊണ്ട് ആകാശങ്ങളെ എത്ര ആകാശമാക്കി തീർത്തു? 7 ആകാശങ്ങളാക്കി തീർത്തു. വൗഹാ കുല്ലി സമാഇൻ അംറഹാ. ഓരോ ആകാശത്തിനും അതിൻ്റെതായ ദൗത്യം, അതിൻ്റെതായ ഉത്തരവാദിത്വം അവൻ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്തു. അത് 7 ആകാശത്തെ പഠിച്ച് ഓരോ ആകാശത്തിനും അതിൻ്റെതായ ഉത്തരവാദിത്വം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അപ്പം 1-ാം ആകാശം, 2-ാം ആകാശം, 3-ാം ആകാശം വെറുതെ പറഞ്ഞു പോകല്ല. ആ ആകാശങ്ങളിലൊക്കെ അള്ളാഹ് അപ്പുറം നടപ്പിലാക്കി. അപ്പൊ 1-ാം ആകാശം ഏതാ? വായിക്കും. 1-ാം ആകാശം വായിക്കും. എടുത്തായിരുന്നു ബാക്കി വായിക്കും. അതാണ് സമാഅ ദുനിയാണ് 1-ാം ആകാശം. സമാഅ ദുനിയ. ഈ ദുനിയാവിന്റെ ആകാശത്തെ നാം അലങ്കാരമുള്ളതാക്കി ഈ മസാബീഹ വിളക്കുകൾ കൊണ്ട് വഹിഫ്ളൻ അതിന് സംരക്ഷണ വലയമാക്കുകയും ചെയ്തു. 2 കാര്യം: 1 അലങ്കാരമുള്ളതാക്കി, 2 സംരക്ഷണങ്ങൾ. ഇതാണെന്ത്? നമ്മളെ സൂര്യന്റെ ഒക്കെ അൾട്രാരക്ഷനും രക്ഷകളൊക്കെ വരാതിരിക്കാനും മനുഷ്യനെ അപകടകരമായ ഏത് കാര്യങ്ങളും വരുമ്പോൾ അതൊക്കെ തടയാനൊക്കെ അല്ലാഹു തആല 1-ാം ആകാശത്തെ ഒരു സംരക്ഷണ കവചമാക്കി വെച്ചു. ഇതോ അപ്പൊ അതിന്റെ നേരത്തെ സാധനങ്ങൾ വരുന്നതാണ്. അതിന്റെ മുകളിൽ കാര്യങ്ങളുണ്ട് എന്നാണ് അല്ലാഹു പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഒരു സംരക്ഷണം, ഈ ഭൂമിക്ക് ഉള്ള സംരക്ഷണമാണ് നമ്മളെ കാണുന്ന സമാധുര്യ. അവിടെ വിളക്കുകൾ സ്ഥാപിച്ചത് വിളക്കുകളല്ല, നക്ഷത്രങ്ങളാണ്. നമ്മളെ കാണുന്ന നക്ഷത്രങ്ങളാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള നമ്മൾ കാണുന്ന ഭ്രമണപഥത്തിലുള്ള നക്ഷത്രങ്ങളാണ് പറഞ്ഞത്. വഹിഫ്ളൻ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. അത് പ്രതാപശാലിയും അതുപോലെ തന്നെ സർവജ്ഞനുമായ അല്ലാഹുവിന്റെ കണക്കാക്കലാണ്, അല്ലാഹുവിന്റെ വ്യവസ്ഥപ്പെടുത്തലാകുന്നു. അതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, തിരിഞ്ഞു കളയാന്ന് പറഞ്ഞാൽ ഇതൊക്കെ അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് തോന്നിയമായി ജീവിക്കുകയാണെങ്കിൽ ഫക്കുൽ പറയുക, ഞാൻ നിങ്ങൾക്കൊരു താക്കീത് നൽകണം, മുന്നറിയിപ്പ്. ആർക്ക്? സാഹിക്കത്തം മിസില സാഹിക്കത്തെ ആദിലും സമൂഹത്തിലുമൊക്കെ വന്നതുപോലെയുള്ള ഒരു ഭയങ്കരമായ ശിക്ഷയെപ്പറ്റി ഞാനിതാ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. ഇതിനൊക്കെ ചിന്തിച്ചു. ആദ്യ സമൂഹമൊക്കെ ഈ പർവ്വതമായിട്ട് ബന്ധപ്പെട്ടെന്ന് ആലോചിച്ചു. ഇങ്ങനെയൊക്കെ അവരെ വീടുണ്ടാക്കിയത് അല്ലേ? എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു അല്ലേ? ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നേരത്തെ ഈ പറഞ്ഞ ബാറക്കഫിയ പറഞ്ഞില്ലേ? അതെങ്ങനെ ആലോചിച്ചത്? ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വർക്കെടുത്ത് കൊടുത്ത് ഈ ഭാഗം ഏതാണ്? എന്താ കാരണം? അല്ല, അതല്ല, അത് വേറൊരു കാരണം ഖുർആനിലായിട്ടുണ്ട് പറയാൻ പറ്റും. ആദ് സമൂഹമാണ്. ഇവിടെ ആദിനെ പറ്റില്ല പറഞ്ഞു. ആദ് സമൂഹമാണ് ഏറ്റവും കൂടുതൽ ബർക്കത്ത് ഭൂമിയിൽ കിട്ടിയ സമൂഹം. അതിന്റെ കാരണം എന്താണ്? ഖുർആനികമായിട്ട് പറയും. ആലോചിച്ചു. ഒരു കൂടുതല ഓർക്കൊക്കെ വരാൻ സാധ്യത സമയമുണ്ട്. അതുകൊണ്ട് അപ്പോൾ എനിക്ക് വന്ന് ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ അതായത് ആദ് സമൂഹത്തിന്റെ സമയപ്പെടാം ഭൂമിയിൽ. നബിന്റെ തൊട്ടടുത്ത സമൂഹം അല്ലെ? ആ ഏതാ സമൂഹം? അത് മനസ്സിലായി. അത് ആ സമൂഹം ഏതാണ്? നൂഹ് നബി കപ്പലിൽ കയറി. നൂഹ് നബി കപ്പലിൽ കയറി. നമ്മൾ ഇങ്ങനെ പഠിച്ചു നോക്കണം. അതിനാണ് നൂഹ് നബി കപ്പലിൽ കയറി. കപ്പലിൽ കയറിയപ്പോൾ എത്ര ആൾക്കാർ?
80 അല്ലേ? ആ 80 ആളുകൾക്ക് വേണ്ടിയിട്ട് നൂഹ് നബി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കപ്പൽ എന്തായിരുന്നത്? 80 ആളുകൾക്ക് വേണ്ടി കപ്പലിൽ വെച്ച് നൂഹ് നബി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ. ഇവ പഠിച്ചവരെ ഞങ്ങളെ ഇറക്കേണ്ടത് ഒരു മുൻസലൻ ഒരു ബർക്കത്തുള്ള ഇറക്കലാകണം. ഞങ്ങൾ ഇറക്കൽ അത് ആര് പ്രാർത്ഥിച്ചതാണ്? ബർക്കത്തുള്ള ഒരു ഇറക്കലാകണം ഞങ്ങൾ ഇറക്കണ്ടേ എല്ലാ നിലക്കും ഞങ്ങൾ. കാരണം ഇതില് ഭൂമി ആകെ തകർത്തു, മനുഷ്യന്മാരില്ല. കാരണം അന്ന് അവിടെ മനുഷ്യന്മാരുള്ളൂ. പ്രളയം വന്നിട്ട് ആകെ ഒരു പ്രളയം വന്ന എന്താ ചെയ്യുക? ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ ആ വെള്ളപ്പൊക്കം വന്ന സ്ഥലത്തെ എന്താകും? എല്ലാം കൃഷിക്ക് അനുയോജ്യമല്ലാത്തതാകും. ചളി വന്ന് നിറയും, അല്ലെ ചതുപ്പ് നിലമാകും, കൃഷി ചെയ്യാൻ പറ്റൂല. ഈ കപ്പലെന്തൊക്കെ ഉള്ളത്? എല്ലാം ഉണ്ടല്ലോ, അല്ലെ? സൗജന്യത്തിനെ എല്ലാം ഉണ്ട്. പറഞ്ഞ് പറയും നമുക്ക് ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇതൊക്കെ ലിങ്കാണ്. ഇവിടെ ഒറ്റയ്ക്ക് കുറച്ചു നേരം ഇരുന്നിട്ടെന്ന് മാഷിച്ച് ആലോചിച്ചൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. ഇനി നൂഹ് നബിയുടെ കഥയെ പറയാൻ പോണത് നമുക്ക് പഠിക്കാനുള്ള വരാൻ പോണ ആയത്തിൽ ഇതിൽ മുമ്പിനുണ്ട്. നൂഹ് നബി പ്രബോധനം ചെയ്യുന്ന സമയത്ത് ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും 2 ഇനങ്ങളിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ വെച്ച സാധനങ്ങളൊന്നും നട്ടുണ്ടാക്കാൻ പറ്റിയ ഭൂമിക്കല്ല ഒരു ഇറങ്ങൽ, അല്ലെ? അള്ളാഹ് പറഞ്ഞത് വെള്ളം ഇറങ്ങി കപ്പൽ ജൂതി പർവ്വതത്തിൽ നിലയുറപ്പിച്ചു. അവിടുന്ന് ഇറങ്ങിയാണ്. ഇറങ്ങുന്നവർക്കാണ് ഈ വെള്ളം ഇറങ്ങിപ്പോയി കൊടുക്കുക. ഈ ചളി വന്ന് ഇറങ്ങിപ്പോയി കൊടുത്ത് ആ ചതുപ്പ് നിലത്ത് ആ ചെടിയിൽ എന്തെങ്കിലും ഇവർ കുറഞ്ഞ ചെടി വെച്ചാൽ പിടിക്കുമോ? ഇത് എത്ര കാലം വെക്കും? മനുഷ്യർക്ക് ജീവിക്കണ്ടേ? ഇത് വേഗം ഉണ്ടായി വരണ്ടേ? ഇത് വേഗം വളർന്ന് ഉണ്ടായി കായ്കനികളൊക്കെ ഉണ്ടാക്കണം. വേഗം ഉണ്ടായി വരണമെങ്കിൽ എന്ത് വേണം? കായ്കനികൾ ഉണ്ടാക്കണം, ബർക്കത്ത് വേണം. ഇതിന് എന്തുണ്ടാക്കണം? ഇതിന് മണ്ണിലൊന്നും ബാധിക്കരുത്, പെട്ടെന്ന് ഉണ്ടാക്കണം. വളരെ വേഗം വലുതാവുന്ന സാധനങ്ങളൊക്കെ എന്നെങ്കിലും ഇവരെ കയ്യിലുള്ള ഭക്ഷണം തീരുമ്പോഴേക്ക് എന്ത് ചെയ്യണം? പറഞ്ഞ മനസ്സിലാവും. ഇവരെ കയ്യിലുള്ള ഭക്ഷണം തീരുമ്പോഴേക്ക് എന്ത് വേണം? ഇതൊക്കെ വേഗം ഉണ്ടാവണം. നമ്മളെ സാധാരണ കടമായി ഉണ്ടായ പോരാ. അതിനെന്ത് വേണം? അള്ളാന്റെ ബർക്കത്ത് വേണം. പറഞ്ഞ മനസ്സിലാണ്ട? അപ്പൊ ഇവര് നൂഹ് നബി പ്രാർത്ഥിക്കണം എന്നാണ് പഠിച്ചനെ ബർക്കത്തുള്ള ഒരു ഇറക്കാകണം. റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ. അല്ലാഹു തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. ആ ഇറങ്ങിയ ആൾക്കാരുടെ പേരാണ് ആദ് സമൂഹം. ആ കപ്പലിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരുടെ പേരാണെന്ത്? ആദ് സമൂഹം. അവരുടെ ഗോത്രത്തിന്റെ പേര് ഇറമു ഗോത്രം. എന്താണ് ഇറമു ഗോത്രം? ലോകത്ത് ഭൂമിയിൽ നാട്ടിൽ അങ്ങനത്തെ ഒരു ജനതയെ പഠിച്ചിട്ടില്ല. അതാണ് ആ ബർക്കത്ത് ഇതിലൊക്കെ കിട്ടുന്നത്. അവരെ ശക്തിയില്, കായികബലത്തില്, ആരോഗ്യത്തില് ഭയങ്കര ഹൈറ്റും വെയിറ്റും ഉള്ള ആൾക്കാരായിരുന്നവര്. എന്താ ഉണ്ടായത്? ഇപ്പോൾ ഈ ബർക്കത്തുള്ള അരിച്ചത് അല്ല കൊടുത്തിട്ട് ആ പർവ്വതത്തെ നാട്ടിൽ ബർക്കത്ത് കൊടുത്തതാണ്. എന്നിട്ട് അവര് ആ പർവ്വതത്തെ അവരെന്താക്കി മാറ്റി? കൊട്ടാരമാക്കി മാറ്റി, വീടുകളാക്കി മാറ്റി ഒക്കെ ഉണ്ടായി. അവർക്ക് എന്താ ഉണ്ടായത്? അവസാനം ഇവര് കപ്പലിൽ നിന്ന് ഇറങ്ങിയവരാണ് ഒരു ചിന്ത വന്നില്ല. ഞങ്ങൾക്ക് പഠിച്ചോ പ്രത്യേകം ബർക്കത്ത് തന്നതാണെന്നുള്ള ചിന്ത വന്നില്ല. നൂഹ് നബിയുടെ പ്രാർത്ഥന ഉത്തരമാണ് ഞങ്ങളെന്ന ബോധം ഉണ്ടായില്ല. അവസാനം നന്ദികൾ കാണിച്ചതൊക്കെ ഈമാൻ കൂടുന്ന സംഗതിയല്ലേ? ഈ പ്രളയം കണ്ടോരല്ലേ ഒരു, അല്ലേ? സ്വന്തം മകന് വരെ മുങ്ങി മരിക്കണത് കണ്ടവരല്ലേ അവര്? ആ സമൂഹം നോക്കിക്കണം എത്ര ഈമാൻ കൂടണം. പക്ഷെ അപ്പൊ അള്ളാഹ് എന്താ കാട്ടിയത്? നശിപ്പിച്ചു. ആകെ അടികിന്മേലായി മറിഞ്ഞു. ആകെ ഭൂമി വലിയ ഒരു ഘോര ശബ്ദം വന്നിട്ട് ആകെ തകർത്ത് കളഞ്ഞവര്. വലിയ ഈത്തപ്പന മലകൾ വീണിടക്കമായി അവർ കടന്നു. വലിയ വെള്ളം മനുഷ്യനോ തെങ്ങിന്റെ കത്ത ഹൈറ്റ് വീട്ടിലുള്ള ഈത്തപ്പനന്റെ മരണത്ര ഹൈറ്റ് വീട്ടിലുള്ള മനുഷ്യന്മാരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല. മനുഷ്യ അവരുടെ ശക്തി കൊണ്ടോ അവന്റെ കായിക ബലം കൊണ്ടോ ഒന്നും കൊണ്ടും അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അള്ളാഹ് പറയാണ് അങ്ങനെ
ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ കണ്ട് പഠിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ ഈമാനിന്റെ വർധനവിന് കാരണമാക്കുന്ന സംഗതികൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഇവരൊക്കെ നശിപ്പിച്ച പോലെ ഒരിട്ട് പറഞ്ഞിട്ടുള്ള ഈ ഭാഗം അപ്പോൾ തകർത്ത് കളഞ്ഞാൽ പിന്നെ അതാണ് ഒരായത്തും കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. 65-ാം അധ്യായം. സൂറത്ത് ത്വലാഖ്. അതിന് 10 മുതൽ 12 വരെ ഉണ്ടായിരുന്നു. ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് വേണം? ഒരു ദിക്ർ വേണം. അള്ള ഇറക്കുന്ന ഒരു ഖുർആൻ